ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ആനിമൽസിലും പ്ലാന്റ്സിലും വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നാച്ചുറലി ഒക്യൂറിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. സ്റ്റാർച്ച്, ഷുഗർ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കെമിക്കലി കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിഹൈഡ്രിക് ആൽക്കഹോൾസ് ആണ്. ആൻഡ് ഈ പോളിഹൈഡ്രിക് ആൽക്കഹോൾസിൽ ആൽഡിഹൈഡ് കീറ്റോൺ ഗ്രൂപ്പ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാർബോഹൈഡ്രേറ്റ്സിലുള്ള ആൽഡിഹൈഡ് കീറ്റോൺ ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ളത്. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്നുള്ള റേഷ്യോയിലാണ് കാർബോഹൈഡ്രേറ്റ്സിനകത്തുള്ളത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റാർച്ച് പ്ലാന്റ്സിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. റൂട്ട്സിലും, ലീവ്സിലും, വെജിറ്റബിൾസിലും, ഗ്രെയിൻസിലും അങ്ങനെ സ്റ്റാർച്ച് ഒരുപാട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ആനിമൽസിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത് ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിലാണ്. ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലും മസിൽസിലും ഒക്കെയാണ്. സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഷുഗർ ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ്. പ്ലാന്റ്സിലും ആനിമൽസിലും എല്ലാം വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നാച്ചുറലി ഒക്യൂറിംഗ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത് സ്റ്റാർച്ച് എന്നുള്ള ഫോമിലാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആനിമൽസിൽ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമില് ലിവറിലും മസിൽസിലും ഒക്കെയാണ്. സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ഹൈ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഷുഗർ ലോ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഇനി ഷുഗറിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ടിൽ കാണപ്പെടുന്ന ഷുഗർ ആണ്. സൂക്രോസ് കെയിൻ ഷുഗർ, ലാക്ടോസ് മിൽക്ക് ഷുഗർ, മാൾട്ടോസ് മാൾട്ട് ഷുഗർ. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഷുഗറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഇമ്പോർട്ടന്റ് ഷുഗർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഇവരൊക്കെയാണ്. ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ ആണ്. സൂക്രോസ് കെയിൻ ഷുഗർ ആണ്. മാൾട്ടോസ് മാൾട്ട് ഷുഗറും ഫ്രക്ടോസ് ഫ്രൂട്ട് ഷുഗറുമാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. All sugars are carbohydrates, but all carbohydrates are not sugars. എല്ലാ ഷുഗറും കാർബോഹൈഡ്രേറ്റ് ആണ്, എന്നാൽ എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ഷുഗർ ആണ് എന്ന് പറയാൻ കഴിയില്ല. ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ് ഇവയുടെയൊക്കെ സിന്തസിസിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. കാർബോഹൈഡ്രേറ്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ മോയിറ്റിക്ക് അനുസരിച്ച് അവയെ പലതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ്, ടെട്രാസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഷുഗർ ആണ്. അതിനകത്ത് 1 മോളിക്യൂൾ ഓഫ് ഷുഗർ ആണ് ഉള്ളത്. ഈ മോണോസാക്കറൈഡ്സിനെ നമുക്ക് ഫർദർ ഹൈഡ്രോളിസിന് വിധേയമാക്കാൻ കഴിയില്ല. They cannot further hydrolyze to simple sugars. കാരണം എന്താ? മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആദ്യത്തെ ആളാണ്. മോണോസാക്കറൈഡ്സ് സിമ്പിൾ ഷുഗേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് 1 മോളിക്യൂൾ ഓഫ് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് അതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? അതിനകത്ത് ആകെ 1 മോളിക്യൂൾ ഷുഗർ മാത്രമാണ് ഉള്ളത്. ഈ മോണോസാക്കറൈഡ്സിനെ നമ്മൾ അതിനകത്തുള്ള കാർബൺ ആറ്റത്തിന്റെ നമ്പർ അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബയോസിസ്, ട്രയോസിസ്, ടെട്രോസിസ്, പെന്റോസിസ്, ഹെക്സോസിസ്. ഇതെന്ന് പറയുമ്പോൾ എന്തിന്റെ ബേസിസിലാണ്? മോണോസാക്കറൈഡ്സിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിന്റെ നമ്പറിനനുസരിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ബയോസിസ് ഓർ ഡയോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കാർബൺ ആറ്റം ആണ് ഉള്ളത്. മോണോസാക്കറൈഡിൽ 2 കാർബൺ ആറ്റം ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബയോസിസ് ഓർ ഡയോസിസ് എന്ന് പറയുന്നു. ട്രയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതിന് എക്സാമ്പിൾ ആൽഡോ ട്രയോസും കീറ്റോ ട്രയോസും ആണ്. ആൽഡോ ട്രയോസിൽ വരുന്നതാണ് ഗ്ലിസറാൽഡിഹൈഡ്സ്. കീറ്റോ ട്രയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ.
ഇനി ടെട്രോസസ് എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റംസ് ആണ് മോണോസാക്കറൈഡ്സിനകത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെട്രോസസ് എന്നാണ് പറയുന്നത്. ആൽഡോ ഷുഗറും കീറ്റോ ഷുഗറും ആണ് എക്സാമ്പിൾ. ആൽഡോ ഷുഗർ എന്ന് പറയുമ്പോൾ എരിത്രോസ്, കീറ്റോ ഷുഗർ എന്ന് പറയുമ്പോൾ എരിത്രുലോസ്. ഇനി പെൻഡോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ആൽഡോ പെൻഡോസ്, കീറ്റോ പെൻഡോസ് എക്സാമ്പിൾ. ആൽഡോ പെൻഡോസ് എന്ന് പറയുമ്പോൾ റൈബോസ്, കീറ്റോ പെൻഡോസ് എന്ന് പറയുമ്പോൾ റിബുലോസ്. ഹെക്സോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 6 കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ആൽഡോ ഹെക്സോസസിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, മാനോസ്, ഗാലക്ടോസ്. കീറ്റോ ഹെക്സോസിന് എക്സാമ്പിൾ ആണ് ഫ്രക്ടോസ്. അപ്പോൾ മോണോസാക്കറൈഡ്സിൽ പ്രസന്റ് ആയിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ ബേസിസിൽ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈസാക്കറൈഡ്സിനെ കുറിച്ചാണ്. കാർബോഹൈഡ്രേറ്റ്സ് ഹൈഡ്രോളിസിന് ശേഷം 2 മോളിക്യൂൾ മോണോസാക്കറൈഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ഹൈഡ്രോളിസിന് ശേഷം 2 മോളിക്യൂൾസ് ഓഫ് മോണോസാക്കറൈഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഡൈസാക്കറൈഡ്സും നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ്സും ഉണ്ട്. റെഡ്യൂസിങ് ഡൈസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് മാൾട്ടോസ്, ലാക്ടോസ്. നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണെന്ന് ഓർക്കുക. മാൾട്ടോസ് എന്ന് പറയുമ്പോൾ 2 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷുഗേഴ്സ് ആയിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ഹൈഡ്രോളിസിന് ശേഷം 2 മോളിക്യൂൾസ് ഓഫ് മോണോസാക്കറൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഷുഗേഴ്സും നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സും ഉണ്ട്. റെഡ്യൂസിങ് ഷുഗേഴ്സിൽ വരുന്നത് മാൾട്ടോസ് ആൻഡ് ലാക്ടോസ് ആണ്. നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ്സിൽ വരുന്നത് സൂക്രോസ് ആണ്. ഇനി ട്രൈസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിസിന് ശേഷം 3 മോളിക്യൂൾസ് ഓഫ് മോണോസാക്കറൈഡ്സ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റാഫിനോസ് ഓൺ ഹൈഡ്രോളിസിസ്. റാഫിനോസ് ഹൈഡ്രോളിസിന് ശേഷം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ടാണ് മാറുന്നത്. ജെൻഡിയാനോസ് ഓൺ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത്. ഇനി ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിലധികമോ മോണോസാക്കറൈഡ് യൂണിറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റാഫിനോസ് ട്രൈസാക്കറൈഡ്, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് പ്ലസ് ഗാലക്ടോസ്. സോ അതാണ് റാഫിനോസ് ട്രൈസാക്കറൈഡ്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ ഹൈ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ്. പോളിസാക്കറൈഡ്സിനകത്ത് 6ൽ കൂടുതൽ മോണോസാക്കറൈഡ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പോളിസാക്കറൈഡ്സിനെ ഹോമോപോളിസാക്കറൈഡ്, ഹെറ്ററോപോളിസാക്കറൈഡ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോമോപോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഡെക്സ്ട്രിൻ, സ്റ്റാർച്ച്, ഇനുലിൻ മുതലായവ. ഹെറ്ററോപോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ ആൻഡ് ഹാലുറോണിക് ആസിഡ്. ഈ ഹാലുറോണിക് ആസിഡ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്യൂറിംഗ് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഹാലുറോണിക് ആസിഡ്. അത് ഐയിലും ജോയിന്റ്സിലും എല്ലാം ഹൈ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും കാറ്ററാക്ട് സർജറിയുടെ സമയത്തൊക്കെ ഹാലുറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോളിയൂറോണൈറ്റ്സ്. പോളിയൂറോണൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആൽജിനിക് ആസിഡും പെക്റ്റിനും ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഗം ആൻഡ് മ്യൂസിലേജ് ആണ്. ഫാർമക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ഡെറിവേറ്റീവ് ആണ് ഗം ആൻഡ് മ്യൂസിലേജ് എന്ന് പറയുന്നത്. പക്ഷെ സെല്ലുലോസിന്റെ ഡീകമ്പോസിഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ ഗമ്മും മ്യൂസിലേജും ഫോം ചെയ്യുന്നത്. നമുക്ക് ഗമ്മിനെ പറ്റി നോക്കാം. ഗം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഗമ്മും പ്രിപ്പയർഡ് ഗമ്മും ഉണ്ട്. നാച്ചുറൽ ഗമ്മിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സീവീഡ് ഗം അതിന് എക്സാമ്പിൾ ആണ് അഗാർ, ആൽജിൻ, കരാജിനിൻ, ലാമിനാറിൻ മുതലായവ. പ്ലാന്റ് എക്സ്യൂഡേറ്റ്സിൽ വരുന്നതാണ് അക്കേഷ്യ, ട്രെഗാഗാന്ത്, കരായ, ഗാട്ടി. സീഡ് ഗമ്മിന് എക്സാമ്പിൾ ആണ് ഗ്വാർഗം, ഇസാർഗോൾ, ടാമറിൻഡ് മുതലായവ. പ്ലാന്റ് എക്സ്ട്രാക്ട്സിന് എക്സാമ്പിൾ ആണ് പെക്റ്റിൻ, അരാബിനോ ഗാലക്റ്റിൻ. ആനിമൽ എക്സ്ട്രാക്ട് ആണ് കൈറ്റിൻ,
പ്രിപ്പയർഡ് ഗം എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് ബയോസിന്തറ്റിക് ഗംസ്, സാൻഡൻ, സ്ക്ലീറോഗ്ലൂക്കൻ, ഡെക്സ്ട്രാൻസ് മുതലായവയാണ് ബയോസിന്തറ്റിക് ഗംസ്. സാൻഡൻ, സ്ക്ലീറോഗ്ലൂക്കൻ, ഡെക്സ്ട്രാൻസ് മുതലായവ. സ്റ്റാർച്ച് ആൻഡ് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് ഡെക്സ്ട്രിൻസ്. സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് പ്രിപ്പയർഡ് ഗമ്മിലാണ് വരുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് വായിക്കേണ്ടത്.